വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബയോളജിയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, അതിനകത്ത് ഏതൊക്കെയാണ് നമ്മളെ വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒറ്റ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണം എക്സാമിന് ബയോളജി എങ്ങനെ പഠിക്കണമെന്ന് ഈ ഒറ്റ വീഡിയോ മതി. ഓക്കെ, അപ്പൊ മിസ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ബോക്സിൽ ഒരു കുഞ്ഞു ഹാർട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ച് സൂപ്പർ ആയിട്ട് എത്തി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ബയോളജി പഠിച്ച് തുടങ്ങി എന്നുള്ളവര് ഒരു യെസ് കമന്റ് ചെയ്യുക. പഠിച്ചു തുടങ്ങിയിട്ടില്ല മിസ്സേ എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു നോ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നോ കമന്റ് താങ്ങാം, ഞാൻ സഹിച്ചോളാം. ഓക്കെ, റെഡി. അപ്പൊ ക്ലാസ് 9 ബയോളജി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മിസ് ഇത് പറയുന്നത് വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയല്ല. മിസ് കഴിഞ്ഞ കൊല്ലം, നിങ്ങൾക്ക് അറിയാം ഇതൊരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ. സോ കഴിഞ്ഞ കൊല്ലത്തെ PYQയും ഇക്കൊല്ലം ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് മിസ് ഇത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് നോക്കാം. ചാപ്റ്റർ 1 ടു ലൈഫ് പ്രോസസ് അഥവാ ജീവൽ പ്രക്രിയകളിലേക്ക്. ഈ ഒരു ചാപ്റ്ററിന്റെ മിസ് ആദ്യം അനലൈസ് ചെയ്തത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ PYQ ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ PYQ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, അതായത് ഏകദേശം 28 മാർക്കിന് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്റർ 1. അപ്പൊ മിസ് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അപ്പൊ 28 മാർക്ക് എന്ന ബാക്കി ആകെ എത്തിരിയല്ലേ മറ്റേ ചാപ്റ്ററിനുള്ളൂ. മിസ് ഓർ ക്വസ്റ്റ്യനും കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാം നമുക്ക് 1.5 മണിക്കൂറിന്റെ എക്സാമിന് 40 മാർക്കാണ് അല്ലെ, ടോട്ടൽ നമുക്ക് 40 മാർക്സ് ആണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ അതിൽ നോക്കുന്ന സമയത്ത് ഓർ ക്വസ്റ്റ്യന്റെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് മിസ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ചാപ്റ്റർ 1 ഏകദേശം 28 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 2 വെറും ഏകദേശം 19 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നേരെ മറിച്ച് ഈ വർഷം ഇറങ്ങിയിട്ടുള്ള പുതിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് 22 മാർക്കിനാണ് ഈ ഒരു ഭാഗത്ത്, അതായത് ചാപ്റ്റർ 1 എന്ന് ചോദിച്ചിട്ടുള്ളൂ. 27 മാർക്കിന് നമുക്ക് വന്നിരിക്കുന്ന ചാപ്റ്റർ 2 എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 ചാപ്റ്ററിനും ഏകദേശം നിങ്ങൾ തുല്യ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, ഒന്നിനേക്കാളും എന്താ പറയാ മേലെയോ താഴെയോ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ചാപ്റ്റർ 2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്തിയർ ആയതുകൊണ്ട് തന്നെ, കുറച്ചും കൂടെ അധികം ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ചാപ്റ്റർ 2 കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് അതിന് അത്രയും പഠിക്കാനുണ്ടാവും. ചാപ്റ്റർ 1 നിങ്ങൾക്ക് അത്ര ടോപ്പിക്സ് പഠിക്കാനില്ല അല്ലെ. അപ്പൊ ആ ഒരു പഠിക്കാൻ ടോപ്പിക്സ് കൂടുതലായതുകൊണ്ട് തന്നെ ചാപ്റ്റർ 2 നിങ്ങൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സമയം നിങ്ങൾ കൊടുത്തിട്ട് രണ്ടും എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമതേ 2 ചാപ്റ്ററേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ 2 ചാപ്റ്ററിന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനലൈസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഓർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരേ ചാപ്റ്ററിനാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വെറും ചാപ്റ്റർ 2 മാത്രം പഠിച്ചു പോയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഓർന്ന് എടുത്ത് എഴുതാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, അപ്പൊ ഓർ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്ന ചാപ്റ്റർ 1 ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓറും ചാപ്റ്റർ 1 തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ 1 സ്കിപ്പ് ചെയ്ത് 2 മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് 0 കിട്ടും, തോക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, 2 ചാപ്റ്ററും ഒരു ഈക്വൽ വെയിറ്റേജിൽ തന്നെ പഠിച്ച് പോവാം. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയാസ്? അതായത് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ താഴെ വരും, മിസ്സേ ഈ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടുമോ? ഇത് മാത്രം പഠിച്ചു പോവലല്ല. ഓക്കെ, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം എന്നുള്ളതാണ്. ബാക്കി എന്തായാലും പഠിക്കണം, പക്ഷെ ഈ ടോപ്പിക്സ് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്. അതിനെയാണ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയാം. അപ്പൊ ഈ ഫോക്കസ് ഏരിയ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ബയോമോളിക്യൂൾസ് അഥവാ നമ്മുടെ ജൈവ തന്മാത്രകളുടെ ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒന്നാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മെറ്റാബോളിസം എന്ന് പറയുന്ന ഭാഗം, പിന്നെ ട്രാൻസ്പോർട്ട് അക്രോസ് സെൽ മെംബ്രെയിൻ, നമ്മളുടെ സംവഹനം കോശസ്തരത്തിലൂടെ, ആ ഭാഗത്ത് നമ്മൾ പല പല സംഭവങ്ങൾ, നമ്മളെ അമീബയിൽ എങ്ങനെയാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണ്, ആനിമൽസിൽ എങ്ങനെയാണ്, അത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ 4 ഇമ്പോർട്ടൻറ്റ് പ്രക്രിയകൾ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ ലാസ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 2 ഭാഗത്ത്, ഓക്കെ, ചാപ്റ്റർ 2 കുറച്ചും കൂടി ലെങ്തിയർ ആണ്. അപ്പൊ ഇതുവരെ ചോദിച്ചിട്ടുള്ള വെച്ചിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുമാണ് ഈ ഒരു ഫോക്കസ് ഏരിയാസ് പറയുന്നത്. അമീബ ആൻഡ് ഹൈഡ്രയുടെ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെഗ്മെന്റേഷന്റെ പെരിസ്റ്റൈൽസിന്റെ ഫിഗർ വന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. then teeth or പല്ല്, then heart or ഹൃദയം, digestive juice ദഹനരസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ഫംഗ്ഷൻ, ധർമ്മങ്ങളും, സ്ട്രക്ചർ ഓഫ് വില്ലസിന്റെ ഘടന, ഹാർട്ടിന്റെ ഘടന, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി
നമ്മളുടെ ഈ വർഷത്തെ എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 40 മാർക്കിനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, പിന്നെ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, ദെൻ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരെ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അവിടെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ദെൻ ഏറ്റവും കുറവ് വരാൻ പോകുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അവസാനത്തേക്ക് 1-2 ചോദ്യം നിങ്ങൾക്ക് എന്തുണ്ടാവും 4 മാർക്കിന്റെ ഉണ്ടാവും. അപ്പൊ മെജോറിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്ന 1 മാർക്കിന്റെ ഒരു 4 എണ്ണൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം 1-2 ചോദ്യങ്ങൾ മാത്രമാണ് എന്തുണ്ടാവുക 4 മാർക്കിൻ്റെത് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ള കാര്യം നിങ്ങൾ കുറെ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് വെക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫ്രീ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടാകും. സോ ജോയിൻ നൗ. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് മിസ് പറഞ്ഞ പോലെ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ബയോളജി പഠിച്ചോ ഇല്ലയോ എന്ന് മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എഡ്യൂപോർട്ട് ഫാമിലി ഫുൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അടിച്ചു പഠിക്കുക.